അതിർത്തിയിൽ നിന്നുണ്ടാകുന്ന ഏത് ആക്രമണത്തെയും വെല്ലുവിളിയെയും അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള അനുമതി നമ്മുടെ കേന്ദ്ര സർക്കാർ പ്രതിരോധ വകുപ്പ് സൈന്യത്തിന് നൽകിക്കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമുണ്ടായാൽ ചൈനയ്ക്കൊപ്പം ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കണം എന്ന് ബംഗ്ലാദേശിലെ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ, വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥൻ ഈ അടുത്ത കാലത്ത് പറയുകയുണ്ടായി. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിനോട് ഇന്ത്യൻ പ്രതിരോധ സേനയുടെ നിലപാട് എന്തായിരിക്കും സാർ? പ്രത്യേകിച്ചും ഇങ്ങനൊരു സംഘർഷം പടിഞ്ഞാറുണ്ടാകുമ്പോൾ കിഴക്ക് അതിൻ്റെ പ്രതിഫലനം എന്തെങ്കിലും ഉണ്ടാകുമോ? നമ്മൾ 1971 ഓപ്പറേഷൻ്റെ ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ അന്നുണ്ടായ സംഭവങ്ങളിലേക്ക് ഒരു ചെറിയ തിരിഞ്ഞു നോക്കൽ നടത്തിയാൽ എങ്ങനെയാണ് ഈ ബംഗ്ലാദേശ് ഉണ്ടാകുന്നതെന്നും മുക്തിബാഹിനീസ് ബംഗ്ലാദേശിനകത്ത് നിന്നുണ്ടാകുന്ന മുക്തിബാഹിനീസ് എങ്ങനെയാണ് അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്, അന്ന് വെസ്റ്റേൺ പാകിസ്ഥാനിലെ ഭരണാധികാരികളുമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഈ ഈസ്റ്റേൺ പാകിസ്ഥാനെ ഒരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റിനോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റോ ഒന്നും ചെയ്യാത്ത ഒരു രീതിയിൽ അവിടുത്തെ മുക്തിബാഹിനികൾ അവരുടെ ആൾക്കാർക്കെതിരായിട്ട് മാറിയപ്പോഴാണ് ഇന്ത്യയുടെ സഹായത്തോടു കൂടി അവർ ബംഗ്ലാദേശ് എന്നുള്ള ഒരു രാഷ്ട്രത്തിനെ ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയൊരു സ്ട്രാറ്റജിക്കൽ ഗെയിനാണ്. നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഫ്രണ്ടും ഈസ്റ്റേൺ ഫ്രണ്ടും ഒരുമിച്ച് നിന്ന് ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു നമുക്ക് നേരെ 71 ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് നമ്മുടെ ഒരു ഭാഗം കവർ ചെയ്ത് അവരുടെ ഫ്രണ്ട്ലി രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചു. നമ്മുടെ വളരെ ഒരു സ്ട്രാറ്റജിക്കലായിട്ടും ഡിപ്ലോമാറ്റിക്കായിട്ടും ഒക്കെ നമ്മൾ വിജയിച്ച ഒരു ഇന്ദിരാഗാന്ധി അന്ന് ചെയ്ത വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് ഒരു വലിയ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചൊരു വലിയ നേട്ടമായിരുന്നു. ഇന്ന് അവിടെ സംഭവിച്ചിരിക്കുന്നത് വേറൊരു കാര്യമാണ്. അവിടെ വീണ്ടും ബംഗ്ലാദേശിനെ ചില ഫോറിൻ നാഷണൽസ്, ഒരു ഫോറിൻ കൺട്രികളുടെ ഇൻഫ്ലുവൻസോട് കൂടി ഇന്ത്യക്കെതിരായിട്ട് തിരിച്ചുവിടാൻ അവർക്കൊരു പരിധിവരെ സാധിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ എത്രമാത്രം അവർ എഫക്റ്റീവാണ് ബംഗ്ലാദേശ് ഇന്ന്, അതവരുടെ ഡിഫൻസിലായിരുന്നാലും അതവരുടെ മറ്റു കാര്യങ്ങളിലായാലും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ രീതിയിലായാലും അവരുടെ അകത്തുള്ള ഇക്കോണമിയിലായിരുന്നാലും എത്രമാത്രം അവർ ഒരു യുദ്ധം നടത്താൻ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ട് നിൽക്കാനുള്ള ഒരു കഴിവ് അവർ സമ്പാദിച്ചോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോഴും അതിനുള്ള കഴിവ് അവർക്ക് തൽക്കാലം ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഈ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കുറച്ച് ആൾക്കാർ, കുറേ അധികം പെർസെൻറ്റേജ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നുണ്ട്. സൈന്യത്തിലൊരു വിഭാഗം തന്നെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിലുണ്ടാകുന്ന ആൾക്കാരുടെ കൂടെ സൈന്യവും അത്രയും ഭാഗത്തുള്ള അത്രയും ഒരു പെർസെൻറ്റേജ് ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ സൈന്യത്തിന് എത്രമാത്രം ഒരു മനോബലം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കൊടുത്തു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അതിനുള്ള ഒരു ഇക്കോണമിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇക്കോണമിക്കൽ ആയിട്ടുള്ള ഒരു സന്ദർഭമൊക്കെ അവർക്ക് ഇപ്പോൾ ഉണ്ടോ, ഒരു യുദ്ധത്തിന് പോകാനുള്ള കഴിവ് അവർക്കുണ്ട്. 3, അവരുടെ ലീഡർഷിപ്പ്, അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആയാലും മിലിറ്ററി ലീഡർഷിപ്പ് ആയാലും അതിനൊക്കെയുള്ളൊരു തയ്യാറെടുപ്പിലാണോ നിൽക്കുന്നത്, ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ അഥവാ അവർ പറയുകയാണ്, അത് സാർ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ വ്യക്തമാണ്, ചൈനയോടൊപ്പം ചേർന്നുകൊണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ എടുത്ത് പറയാൻ വരുന്നത്. വെളിയിലുള്ള ഏതെങ്കിലും രാജ്യങ്ങളുടെ ഇൻഫ്ലുവൻസോട് കൂടി, അത് ചൈന തന്നെ പ്രധാനമെന്നെടുത്താൽ അവരുടെ ഇൻഫ്ലുവൻസോടുകൂടി അവിടെ എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനവർ മുതിരുകയാണെങ്കിൽ ചൈന വെസ്റ്റ് പാകിസ്ഥാനെ ഓപ്പണായിട്ട് സഹായിച്ചിട്ടുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. എത്രമാത്രം വിജയിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് ചിന്തിക്കാനേ പറ്റുള്ളൂ. അവരുടെ പല എക്യുപ്മെൻസും എഫക്റ്റീവ് ആയില്ല എന്നുള്ളതാണ് നമുക്ക് പേപ്പറിലൂടെയൊക്കെ വായിക്കാൻ കഴിയും. അങ്ങനെയൊക്കെ വരുമ്പോൾ ചൈന അങ്ങനൊരു കാര്യത്തിന് അവിടെ മുതിരുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. അതൊരു വലിയ ചോദ്യം. അതുമാത്രമല്ല, US-ഉം ചൈനയുമായിട്ടുള്ള ഒരു വലിയ ബന്ധമില്ലെങ്കിലും ഇപ്പോൾ ഒരു ബന്ധം നല്ലതാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ട്രേഡ് വാർ ശരിക്കും നടക്കുകയാണ്. ട്രേഡ് വാർ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ ട്രേഡ് വാറൊക്കെ നള്ളിഫൈ ചെയ്ത് തിരിച്ച് അവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലേക്ക് വരാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്ന ചൈന ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ, ലോകരാഷ്ട്രങ്ങൾ ഡിപ്ലോമാറ്റിക്കലി ഐസൊലേറ്റ് ചെയ്ത ഒരു കൺട്രി, അതായത് പാകിസ്ഥാനെ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന സന്ദർഭത്തിൽ ഓപ്പണായിട്ട് പോയി ബംഗ്ലാദേശ് സപ്പോർട്ട് ചെയ്ത് ഒരു എന്താ പറയുന്ന ഒരു നാശം വരുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഈ ലോകരാഷ്ട്രങ്ങളുടെ
എതിർപ്പ് അങ്ങനെ സംഘടിപ്പിക്കാനെങ്കിൽ അല്ലെങ്കിൽ അവർക്കത് ഉണ്ടാകും എന്നുള്ള ക്ഷണിച്ചു വരുത്താൻ അവർ സമ്മതിക്കുമോ അല്ലെങ്കിൽ അതിന് തയ്യാറാകുമോ എന്നുള്ളത് എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഡൗട്ട്. അങ്ങനെ വരുമ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങൾ ഇപ്പോൾ വേറെ അവരെ സഹായിക്കാൻ വേറെ ആരുമില്ല, ചൈനയാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ചൈനയെ അങ്ങനെ നമ്മൾ അളന്നു കഴിഞ്ഞാൽ ഇനി വരുന്നത് ബംഗ്ലാദേശ് ഒപ്പമാണ്. അവരുടെ മോട്ടിവേഷൻ എത്ര ഉണ്ടാകുമെന്ന് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ഒരു ഏരിയയിൽ അവർക്ക് ഉണ്ടാകാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. ഇനി അഥവാ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പട്ടാളം, ഇന്ത്യൻ സൈന്യം ഒരു യുദ്ധമുണ്ടാകുന്ന യുദ്ധസമാനമായ സംഗതികളുണ്ടാകുമ്പോൾ ഇന്ത്യയുടെ ബോർഡർ കംപ്ലീറ്റ് അവർ കവർ ചെയ്തായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. 1971 ബംഗ്ലാദേശിൽ പ്രധാനമായിട്ട് യുദ്ധം നടന്നപ്പോഴും വെസ്റ്റേൺ ഫ്രണ്ട് നമ്മൾ നല്ലോണം കവർ ചെയ്തിട്ടായിരുന്നു ചെയ്തത്. നമ്മൾ അവിടെ തന്നെ കുറേ അകത്തോട്ട് ഈ പാകിസ്ഥാൻ്റെ അകത്തോട്ട് കയറി നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. ഏതാണ്ട് ലാഹോറിനടുത്ത് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടിടത്തും എഫക്റ്റീവായിരുന്നു. നമ്മൾ വെസ്റ്റേൺ പാകിസ്ഥാനിലും ഈസ്റ്റേൺ പാകിസ്ഥാനിലും എഫക്റ്റീവായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈസ്റ്റേൺ പാകിസ്ഥാനെ ഒഴിച്ചിട്ടിട്ടല്ല നമ്മളിപ്പോൾ ഈ ആക്ഷൻസ് നടത്തുന്നു എന്നുള്ളത് ബംഗ്ലാദേശിനറിയാം, മറ്റുള്ള രാജ്യങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ സമുദ്രാതിർത്തികളും കൃത്യമായിട്ട് പൂട്ടി തന്നെ ആയിരിക്കും ഇന്ത്യ. അതെ, ഇന്ത്യൻ ഓഷ്യനിലെ ഭാഗങ്ങളെല്ലാം തീർച്ചയായിട്ടും ഇന്ത്യൻ നേവി നല്ല കവർ ചെയ്തിട്ട് തന്നെ ആയിരിക്കും ചെയ്ത്. അപ്പം ഇന്ത്യ ഒരു തയ്യാറെടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു തയ്യാറെടുപ്പാനുണ്ട്. ഒരു ടോട്ടാലിറ്റിയാണ് ഇന്ത്യ അതിൽ കാണിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഇവിടെ ഒരു ടെററിസ്റ്റ് ആക്ഷൻ ഉണ്ടായി വെസ്റ്റേൺ പാകിസ്ഥാൻ പെഹൽഗാമിൽ വന്നു അത് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ തുരത്താനല്ല ശ്രമിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് 10-15 ദിവസം എടുത്തത്? അതിൻ്റെ തയ്യാറെടുപ്പുകളുണ്ട് തീർച്ചയായിട്ടും. നമ്മൾ ആ തയ്യാറെടുപ്പോടുകൂടി, പ്ലാനിങ്ങോടുകൂടി, ട്രെയിനിങ്ങോടുകൂടി, പ്രൊസീജിയേഴ്സിനെയൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മുടെ എക്യുപ്മെൻറ്റ്സ്, നമ്മുടെ പിന്നെ നമ്മുടെ ഈ ട്രാൻസ്പോർട്ട് ലൈൻസ്, നമ്മുടെ മെയിൻ്റനൻസ് ലൈൻസ് ഒക്കെ വളരെ കൃത്യമായി പഠിച്ച് അതൊക്കെ കൺഫേം ചെയ്തിട്ടായിരിക്കും നമ്മളിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അങ്ങനെയൊന്നും ഇന്ത്യയെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുണ്ടായാൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു മോശമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു ഫീലിങ്ങിലേക്കാരും പോകും. തീർച്ചയായിട്ടും സാർ, 2022 നമ്മളൊരു ശരിക്കും ഇന്ത്യ പരീക്ഷിച്ച ഒരു ബ്രഹ്മോസ് മിസൈല് അതിർത്തി കടന്ന് പാകിസ്ഥാൻ്റെ മണ്ണിലേക്കാണ് പോയത്. ഏതാണ്ട് ലാഹോറിനടുത്ത്, കറാച്ചിക്കടുത്തോ ഒക്കെയാണ് അത് പതിച്ചത്. പക്ഷെ ആളപായമൊന്നും ഉണ്ടായില്ല. അത് ശരിക്കും ഇപ്പോൾ നമുക്ക് തോന്നുന്നു അത് അറിയാതെ പറ്റിയൊരു പിഴവല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്നൊരു. ഈ ബ്രഹ്മോസൊക്കെ വളരെ അത് ക്വാളിറ്റേറ്റീവ്ലി ക്വാണ്ടിറ്റേറ്റീവ്ലി അതിൻ്റെ ന്യൂട്രലൈസേഷൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മിസൈലായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ആളപായം ഉണ്ടായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളപായമുള്ള രീതിയിൽ അവിടുത്തെ മിലിറ്ററിയോ അവിടുത്തെ സിവിലിയൻ ടാർഗറ്റിനോ ഒന്നുമല്ല നമ്മൾ പ്ലാൻ ചെയ്തത്. വളരെ കൃത്യമായിട്ട് അവിടെ ബങ്കർ ബേസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അവരെ ബങ്കറിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ബങ്കർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൽ ബങ്കറിനെ ബേസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ മിസൈൽസ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുമുണ്ട്. ബങ്കർ ബേസ്റ്റിംഗ് നല്ലോണം അവിടെ ബങ്കറൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആ ഏരിയ മുഴുക്കെ ഇപ്പോൾ കൃത്യമായിട്ട് പാകിസ്ഥാൻ മരണത്തിൻ്റെ കണക്കൊന്നും പുറത്തു വിടുന്നില്ല. എന്നാലും നമുക്കൊരു ഈ പറയുന്ന ഇത്രയും 9 കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും തച്ച് തകർക്കുകയും ചെയ്തെങ്കിൽ ഒരു ഏതാണ്ട് ഇപ്പോൾ നമ്മൾ 100 പേര് കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. രാജ്നാഥ് സിംഗ്, നമ്മുടെ പ്രതിരോധ മന്ത്രി, കഴിഞ്ഞ ദിവസം 100-ലധികം മരണം സംഭവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മരണസംഖ്യ അതിലൊക്കെ നിൽക്കുമോ? ഞാൻ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് എമർജൻസി ആയാലും ശരി അവിടെ ഒരു മരണസംഖ്യ പറയുമ്പോൾ അതൊരിക്കലും കറക്റ്റായിട്ട് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തി പറയാൻ പറ്റില്ല. അവിടെ പറയുന്നതിനേക്കാൾ കൂടുതൽ മരണങ്ങളും കൂടുതൽ കാഷ്വാലിറ്റീസും സാധാരണ നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, കിട്ടിയ ഇൻഫർമേഷൻ പല ഇൻ്റലിജൻസ് ഏജൻസികൾ വഴിയുമായിട്ടുള്ള, അല്ലാതെ ഡയറക്റ്റ് അവർ കൗണ്ട് ചെയ്തിട്ട് കൊടുത്ത ഇൻഫർമേഷൻ അല്ല. അപ്പോൾ അങ്ങനൊരു ഇൻഫർമേഷൻ ഒരു ശരിയാകണമെന്ന് എനിക്കില്ല. ഉദ്ദേശം 100 എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് മുകളിലോട്ടുണ്ടാകാം. പിന്നെ ഈ പറയുന്ന സമയത്തുള്ള കാഷ്വാലിറ്റി ആയിരിക്കില്ല അത് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് എത്രയോ പിന്നെ നമ്മൾ മിസൈൽസ് വർഷിക്കാൻ സാധിച്ചു, എത്രയോ സ്ഥലങ്ങൾ നമ്മൾ അപ്പോൾ ടോട്ടാലിറ്റി അവർക്ക് നോക്കുകയാണെങ്കിൽ 100 ഒന്നുമല്ല, ഇഷ്ടം പോലെ അവർക്ക് കാഷ്വാലിറ്റീസ് ഉണ്ടായിരിക്കുന്നു.
അത് 100 മരണമാണെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള ഒരു കാഷ്വാലിറ്റി തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഹോസ്പിറ്റലും മറ്റു കാര്യങ്ങളും ഒക്കെ പൂർണ്ണമായിട്ടും ധൃതി പിടിച്ച് അവരെ ഫുള്ളായിട്ട് അവിടെ ഹോസ്പിറ്റൽ നിറച്ചു വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും അവിടുത്തെ പേഷ്യൻസ് വരുന്നത്. പിന്നെ ഏതൊരു TV ചാനലിൽ എനിക്ക് പറ്റിയത് അവർ തന്നെ ഇവരെയൊക്കെ ഈ ടെററിസ്റ്റുകളെ, മരിച്ച ടെററിസ്റ്റുകളെ നാഷണൽ ആൾക്കാരായിട്ടെടുത്ത് അവർക്ക് പൂർണ്ണ ബഹുമതികളോടുകൂടി അവരെ സംസ്കരിക്കുന്ന ഒരു രീതിയൊക്കെ കാണിച്ചു. അത് തന്നെ നമുക്കറിയാം, അതിൽ തന്നെ വലിയ കാഷ്വാലിറ്റീസ് ആണെന്ന് നമുക്ക് അതിൽ കാണാൻ സാധിച്ചു. അതവർ പൂർണ്ണമായിട്ടുള്ള എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടായിരിക്കില്ല ചെയ്തത്. അവർക്കൊരിക്കലും കറക്റ്റായിട്ടുള്ളൊരു ഫിഗർ അല്ലെങ്കിൽ ഒരു വലിയൊരു ഫിഗർ കാണിക്കുന്നതിൽ ഒരു അവർ ഒരിക്കലും ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ ആർമി അവിടുത്തെ മീഡിയയുടെ മൊത്തം കൺട്രോൾ ഏറ്റെടുത്തു. അവർക്ക് പഴയതുപോലെ ഒന്നും കാര്യങ്ങൾ പുറത്തുവിടാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയുന്നത് അവർ സമാധാനമായിട്ട് അവർക്കൊരു യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാനോ ഇന്ന് പാകിസ്ഥാന് സാധിക്കില്ല. കാരണം അവരുടെ ഇന്റേണൽ പ്രോബ്ലംസ് ഇഷ്ടം പോലെ ഉണ്ട്. അവർ കൈവിട്ട് പോയി. ഇപ്പം പിന്നെ ഈ BLA-യുടെയൊക്കെ ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നൊക്കെ പറഞ്ഞാൽ അവർ പല സ്ഥലങ്ങളും അവർ അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. കൊട്ടയൊക്കെ അവർ പിടിച്ചെടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പാകിസ്ഥാൻ അതും ഫേസ് ചെയ്യേണ്ട അവസ്ഥ. ഒരു വശത്ത് അഫ്ഗാൻ ഉയർത്തുന്ന വെല്ലുവിളി, ഒരു വശത്ത് പാക് ഒക്കുപൈഡ് കാശ്മീരിൽ പാകിസ്ഥാൻ അവിടുന്ന് വരുന്ന വെല്ലുവിളി, ഒരു ചിന്ന ഭിന്നമായി പോകുന്ന ഒരു അവസ്ഥ. അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു പെട്രോൾ വാങ്ങാനുള്ള പണം പോലും അവിടെ ഇല്ല എന്നാണ്. സൈനിക വാഹനങ്ങളിൽ നിറയ്ക്കാനുള്ള പെട്രോൾ പോലും അവർക്ക് പണം കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അവർ ഇത് വേറൊരു റിപ്പോർട്ട് ഇന്നലെ രാത്രി ഞാൻ ന്യൂസ് ചാനലിൽ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 71 ഓപ്പറേഷൻസിൽ കറാച്ചി തുറമുഖത്തിലെ ഈ പിന്നെ ഇന്ധനം നിറച്ചിരിക്കുന്ന ഓയിൽ വെൽ നമ്മൾ ബോംബിട്ട് അത് നമുക്ക് കത്തിച്ചു കളഞ്ഞു. അതൊരു 8-9 ദിവസം നിന്ന് കത്തിയതിന് ശേഷമാണ് അത് തീർന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മൾ നടത്തിയാൽ ഇപ്പോൾ അവിടെയുള്ള ഒരു ഇന്ധനത്തിൻ്റെ എന്തെങ്കിലും ഒരു സ്റ്റോക്ക് ഹോൾഡ്, ഒരു പൈലുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു സ്റ്റോർ അല്ലെങ്കിൽ ഒരു വെല്ല് നമ്മൾ നശിപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ അവർ ഓരോ സ്റ്റെപ്പിലും നമുക്ക് അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കാം, അവരുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും. അത് പാകിസ്ഥാൻ മനസ്സിലാക്കണം. മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ അതിനൊക്കെ കണ്ടു വേണം നമ്മൾ മുന്നിൽ പോകാൻ. ഇന്ത്യക്ക് ഇത് ഏത് തരത്തിലുള്ള ഒരു വെല്ലുവിളിയൊന്നും ഉയർത്താൻ പാകിസ്ഥാന് കഴിഞ്ഞു, ബംഗ്ലാദേശിനും കഴിയില്ല. പക്ഷേ പീസ് ആഗ്രഹിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ശല്യത്തിന് പോകാറില്ല. മറ്റ് പല സമയത്തുള്ള യുദ്ധങ്ങളിലും കാർഗിലായിരുന്നാലും 71 അവർ തന്നെയാണ് തുടക്കമിട്ടത്. നമ്മൾ ഇപ്പോഴും അവർ തന്നെയാണ് ഈ തുടക്കമിട്ടിരിക്കുന്നത്. ആ തുടക്കത്തിൽ നിന്ന് അവർ പിന്മാറിയാൽ തീർച്ചയായിട്ടും നമ്മളും പിന്മാറും എന്നുള്ളതിൻ്റെ സത്യം അതാണ്. അതിൻ്റെ ഒരു വാക്ക് ലോകരാഷ്ട്രങ്ങൾക്ക് അതായിരിക്കും നമ്മൾ കൊടുത്ത വാക്ക്. അത് നമ്മൾ പാലിക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.